Meet the editors. തുടക്കം തകർത്തു എന്നാണ് ചോദ്യം. പി ആർ സുനിൽ, തുടക്കം തകർത്തോ? ആ പ്രതീതി ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വി ഡി സതീശൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിന് ശേഷം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏതൊക്കെ പ്രഖ്യാപനം വരും എന്നതായിരുന്നു. അതിൽ എല്ലാവരെയും ആകർഷിക്കുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, തലസ്ഥാനമാകെ ജനനിബിഡമായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്ന സുരക്ഷാ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആളുകൾക്ക് വരാൻ കഴിഞ്ഞ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രതീതി ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ ശൈലി മാറ്റം ഉണ്ടാകാൻ പോകുന്ന എന്നൊരു സന്ദേശം ഇന്ന് വി ഡി സതീശൻ നൽകുകയാണ്. അതായത് ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ആളുകളോട് പെരുമാറിയിരുന്നത് ആ രീതിയിലായിരിക്കും താൻ ഇനി പെരുമാറാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും നെഹ്റു എന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന നെഹ്റുവിൻ ഒരു രീതിയായിരിക്കും താൻ പിന്തുടരുക എന്നുകൂടി വി ഡി സതീശൻ പറയുകയാണ്. അങ്ങനെ ഒരു ജനപ്രിയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ദിനം കടന്നുപോയത്. അതിനി അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനി ഈ സർക്കാർ ശ്രമിക്കുക. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും സംസ്ഥാനം ഇനി മുന്നോട്ട് പോകുമ്പോൾ, UDF ഭരണത്തിന് കീഴിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ വി ഡി സതീശൻ ക്യാബിനറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, സാമ്പത്തിക നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരുമായുള്ള സഹകരണം ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാലോ, നമ്മൾ ബജറ്റ് കാലത്തൊക്കെ തന്നെ ചർച്ച നടത്തിയത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു വരുന്നു എന്നതാണ്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയോളം കടമുണ്ട്. മാത്രമല്ല, നമ്മുടെ ബജറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മുതൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വരെയാണ്. അതിലേതാണ്ട് 30,000 കോടി രൂപ കുറവാണ്. 30,000 കോടി രൂപ കുറവാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു കുറവ് ഇപ്പോൾ നികത്തുന്നുമില്ല. ഇതൊരു വലിയ കുറവാണ്. കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കുറവ് നികത്താൻ എന്തൊക്കെയായിരിക്കും വി ഡി സതീശൻ്റെ മാജിക് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കുറവ് നികത്താതെ സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുക ഒരു സർക്കാരിനെ സംബന്ധിച്ചും എളുപ്പമല്ല എന്നുള്ളതാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 46 ലക്ഷം പേർക്കാണ് കേരളം പെൻഷൻ കൊടുക്കുന്നത്. ഉത്തർപ്രദേശിൽ 22 കോടി ജനങ്ങളുണ്ട്. അവിടെ ആകെ 46 ലക്ഷം പേർക്കേ പെൻഷൻ കൊടുക്കുന്നുള്ളൂ. ബീഹാറിലാണെങ്കിൽ ഏതാണ്ട് 12 കോടി ജനങ്ങൾ, 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. ബീഹാറിലാണെങ്കിൽ 12 കോടിയാണ് ജനസംഖ്യ. അവിടെ ഏതാണ്ട് 50 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നോക്കൂ, ഈ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയാണ് സർക്കാർ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതാണ്ട് 75,000 കോടി രൂപ മുതൽ കോടി രൂപയിൽ ഏതാണ്ട് 50-60% നമ്മൾ ഈ പെൻഷൻ കൊടുക്കാനും ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായി നീക്കിവെക്കണം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം. സംസ്ഥാനത്തിൻ്റെ ഈ ഒരു റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ പദ്ധതികളുടെയും 60% തുക മാത്രമേ കേന്ദ്ര സർക്കാർ നൽകൂ. 40% തുക സംസ്ഥാനം കണ്ടെത്തണം. അത് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് 1,500 കോടി രൂപയോളം കേരളത്തിന് കിട്ടിയിട്ടില്ല. ആ PM ശ്രീ ഒപ്പുവെച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. സ്വാഭാവികമായും ഈ സർക്കാരിന് ഒരു കാലത്തും ആ നീക്കവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. രാഷ്ട്രീയമായി അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പണം കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏതാണ്ട് 250 കോടി രൂപയോളം മാസം അധിക തുകയായി ഇതിന് നീക്കിവെക്കേണ്ടി വരും. ഇനിയിപ്പോൾ മറ്റ് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കണമെങ്കിൽ ആ ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് സംസ്ഥാനം വളരേണ്ടതുണ്ട്. അപ്പോൾ ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതിനെന്തൊക്കെ മാർഗങ്ങൾ എന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വർഗീയതയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ശക്തിപ്പെട്ടു വരുന്ന വർഗീയ രാഷ്ട്രീയത്തെ, സംഘപരിവാർ രാഷ്ട്രീയത്തെ എങ്ങനെ ഈ സർക്കാർ നേരിടും എന്നുള്ളതാണ്. ഇപ്പോൾ LDF സർക്കാരിനെ പ്രധാനമായും കേരളത്തിലെ ജനങ്ങൾ മാറ്റാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വർഗീയതയോട് സമരസപ്പെട്ടു പോയി, അല്ലെങ്കിൽ സംഘപരിവാറിനോട് സമരസപ്പെട്ടു പോയി എന്നുള്ള ആരോപണങ്ങൾ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. പ്രത്യേകിച്ച്
PM ശ്രീ അടക്കം ഒപ്പുവെച്ച തീരുമാനം അങ്ങനെ ആണ് ജനങ്ങൾ വിലയിരുത്തിയത്. അതിനുള്ള വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത്. അപ്പോൾ അതിനെ നേരിടാൻ എന്തൊക്കെ നീക്കങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ചാലഞ്ചുകളാണ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതോടൊപ്പമാണ് സംഘടനയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനാപരമായും ശക്തിപ്പെടേണ്ടത് VD സതീശനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സംഘടനാപരമായി ശക്തിപ്പെടണം, സാമ്പത്തികമായി സംസ്ഥാനത്തിൻ്റെ ഭദ്രത ഉറപ്പാക്കണം, ഒപ്പം തന്നെ ഈ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തെ നേരിടാനുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ നമുക്കറിയാലോ, ഇന്ധന വില കൂടുന്നു, പാചകവാതക വില കൂടുന്നു, വിലക്കയറ്റം അതിരൂക്ഷമായി വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ, ഇനി ഗൾഫ് സെക്ടറിൽ നിന്നൊക്കെ ആളുകൾ കൂട്ടമായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു നിക്ഷേപം നടത്തുമോ അതോ ഇവിടെ തൊഴിലന്വേഷകരായി മാറുമോ എന്നൊക്കെയുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ നേരിടുക എന്ന് പറയുന്നതും VD സതീശനെ സംബന്ധിച്ചിടത്തോളം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത് നേരിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ആണ് ഈ സർക്കാരിന് മുന്നിലുള്ളത്. അപ്പോഴും ആദ്യ ദിനം ജനപ്രിയമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തെ അനുസരിച്ചിരിക്കും. ഓക്കെ, സ്മൃതി, തുടക്കം തകർത്തോ? തീർച്ചയായും ഇന്നിപ്പോൾ ഒരു എത്രയായാലും നമ്മൾ കാണുമ്പോൾ ഒരു താരതമ്യമാണ് നടത്തുക. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ അവിടെ ഒഴുകിയെത്തിയ ആളുകൾ എന്നുള്ളത് ആ മാറ്റത്തിന് വോട്ട് ചെയ്തവർ കൂടിയാണ്. അപ്പോൾ ആ മാറ്റം തുടക്കം മുതൽ അത് പ്രകടമായിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മന്ത്രിമാർ മന്ത്രിമാർക്ക് വിരുന്നുണ്ടാകുന്നുണ്ട്. അവിടെ ഗവർണറുടെ വിരുന്നിന് ശേഷം മന്ത്രിമാരെത്തുന്നു, മന്ത്രിസഭാ യോഗം ചേരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന രീതി. അപ്പോൾ എല്ലാ ആഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പറയാനുള്ളത് വളരെ ചുരുക്കി ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ഒരു തുറന്ന സമീപനം എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പലപ്പോഴും ഇതാ നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇത്ര ചോദ്യങ്ങൾ മാത്രം എന്ന് പറയുകയും തനിക്ക് താല്പര്യമുള്ള ചില ചോദ്യങ്ങൾ മാത്രം കൂടുതൽ വിശദീകരിക്കുകയും ബാക്കി ചോദ്യങ്ങൾക്ക് അല്പസമയം മാത്രം നൽകുകയും പിന്നീട് സമയം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങുകയും ചെയ്ത മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പ്രതീക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉറപ്പ് നൽകിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങി എന്നുള്ളതാണ്. അതിൽ ഈ 5 ഗ്യാരണ്ടികളിലെ 2 ഗ്യാരണ്ടികൾ കൃത്യമായി നടപ്പാക്കുകയാണ്. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അടുത്തതാണ് ആശാസമരം. ആശാസമരം നമുക്കറിയാം 265 ദിവസം മഴയും വെയിലും കൊണ്ട് നടത്തിയ സമരമാണ്. ആ സമര വേദികളിലേക്ക് കോൺഗ്രസിലെ നേതാക്കൾ വന്നിട്ടുണ്ട്, മറ്റു പാർട്ടികളിലെ നേതാക്കൾ വന്നിട്ടുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും അവിടെ ചെന്ന് കാണുന്ന ഘട്ടത്തിൽ ആ സമരത്തെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ സർക്കാർ കണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരാണ് ഇപ്പോൾ 9,000 രൂപ കൊടുത്തത് എന്നുള്ള കാര്യം പറയും. അവസാന നിമിഷം 9,000 രൂപയിലേക്ക് അത് എത്തിക്കുമ്പോഴും എന്താണ് ആ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്? ഓണറേറിയം വർധന എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്, അത് സംസ്ഥാനത്തിന് അതിൽ യാതൊരു റോളുമില്ല എന്ന് പറയുന്നു. തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നവരല്ല ആശമാർ എന്ന് പറയുന്നു. ഈ തരം നരേറ്റീവുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ ആ സമരത്തെ ഇന്നിപ്പോൾ അവർക്ക് 3,000 രൂപ കൂട്ടിക്കൊണ്ടുള്ള ആ തീരുമാനം വരുമ്പോൾ അത് ആദ്യപടിയാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 21,000 രൂപയാണ്. അതിലേക്ക് എത്താനുള്ള ആദ്യഘട്ടം, ഇത് കുറവാണെന്നറിയാം, ആദ്യഘട്ടം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ആദ്യ ദിവസം തന്നെ വന്ന തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുൻ ധനമന്ത്രി അതിനെ പരിഹസിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം കൂടി ഓർക്കണം. ആശമാരുടെ സമരത്തെ ആരോ ഇളക്കിവിട്ട സമരമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അതൊക്കെ പോട്ടെ, ഈ സമരത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന CITയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? ഈ ബക്കറ്റ് പിരിവ് നടത്തുന്ന സമരം പരിഹസിച്ചിരുന്നതാണ്. അതുകൂടാതെ വളരെ മോശമായ പ്രയോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ആശാസമരം തന്നെയായിരുന്നു. അപ്പോൾ സർക്കാരിന് എതിരായ ഒരു വിഷയം തന്നെയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമായി ഒരു തുക നൽകുന്നു എന്നുള്ള ഉറപ്പ്, 100-ലധികം സീറ്റുകൾ നേടി വിജയിച്ചാൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം, അതിൻ്റെ ഒരു ഉറപ്പിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നത്. അടുത്തതായി ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വിമർശനം എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ ഗാനത്തിന് പകരം വന്ദേ മാതരം പാടുന്നു. വന്ദേ മാതരത്തിൻ്റെ 6 വരികൾ പാടണമെന്നുള്ള
അതെ, വന്ദേ മാതരത്തിന്റെ ആദ്യ 6 വരികൾ പാടണം എന്നുള്ളതാണ് അതെ എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവായി വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, മുഴുവൻ ഗാനവും ആലപിച്ചിരിക്കുകയാണ്. അതിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ അഭിനന്ദനങ്ങൾ പറഞ്ഞ ശേഷം ആശംസകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായും ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കുകയും ചെയ്തിരിക്കുന്ന വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഇരടികളാണ്. തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായ വിവാദങ്ങൾക്കിടയാക്കിയതും ആശങ്ക ഉയർത്തിയതുമാണ്. അപ്പോൾ അത് പാടിയിരിക്കുന്നു എന്നുള്ളൊരു ആശങ്കയായി പറയുമ്പോൾ ഞാനും ആ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, ജനങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആശങ്ക എന്ന രൂപത്തിൽ തന്നെ ഞാൻ ആ ആശങ്കയും പങ്കുവയ്ക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങളിതാ ഗവർണറുടെ ഈ ഒരു തീരുമാനത്തോട് എതിരെ നിൽക്കുകയാണ് എന്ന രൂപത്തിലൊരു ഡെഡ് ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പ്രായോഗികമായി അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാം എന്ന് കരുതുന്നു അതിൽ പ്രതികരിക്കാത്ത. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, സർക്കാർ രൂപീകരിച്ചു, സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്നു. അസമിലും ബംഗാളിലും ഈ വന്ദേ മാതരം പാടിയിട്ടില്ല. വന്ദേ മാതരം എവിടെയാണ് ആലപിച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം മുഴുവനായി ആലപിച്ചുകൊണ്ട് ഈ BJPയുടെ കൃത്യമായ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അത് ഒരു വേണമെങ്കിൽ പോരെങ്കിൽ പോര് എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയാണെന്ന് വേണം കരുതാൻ. അതാണ് തമിഴ്നാട്ടിലും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അത് മാത്രമായിരുന്നില്ല, തമിഴ് തായ് അവസാനം പാടി എന്നുള്ളത് അവിടെ ഒരു വിമർശനമായി വന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ അത് ആലപിക്കുന്നു, കേരളത്തിൽ അത് ആലപിക്കുന്നു. അപ്പോൾ കൃത്യമായ അത് അജണ്ടയാണ്. അജണ്ട നടപ്പാക്കാൻ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഗവർണർമാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകണമെന്നുള്ളത് ഒരു സർക്കാരിന് മുന്നോട്ട് പോകുന്ന ആവശ്യം തന്നെയാണ്. പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് യോജിക്കാനാവാത്ത വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതും ജനം ഉറ്റുനോക്കിയാണ്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളിൽ അന്നത്തെ പ്രതിപക്ഷവും ശക്തമായി വിമർശിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. ആദ്യത്തെ ദിവസം വിമർശനങ്ങളുടേതല്ല, ആദ്യത്തെ എന്നല്ല, ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. ആ കാലങ്ങളിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുക എന്നുള്ളതാണ്. ഏറ്റവും സുന്ദരമായി തോന്നിയ ഒരു കാര്യം എന്നുള്ളത് സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമങ്ങൾക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. കൊട്ടിയടക്കപ്പെട്ട വാതായനങ്ങൾ തുറക്കുന്നു എന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മാധ്യമങ്ങൾ അവിടേക്ക് കയറുന്നു എന്ന് വെച്ചാൽ ജനത്തിന് അങ്ങോട്ടേക്ക് ആക്സസ് കിട്ടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മന്ത്രിമാരിൽ നിന്ന് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ, ഫയലുകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കിട്ടേണ്ട കാര്യങ്ങൾ, അതൊക്കെ കിട്ടേണ്ടതുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണല്ലോ. അപ്പോൾ ജനങ്ങൾക്കും സർക്കാരിനും ഇടയിൽ ഒരു വലിയ മതിലില്ല എന്ന് തോന്നിപ്പിക്കാൻ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. സുതാര്യമായിരിക്കും കാര്യങ്ങളെന്നും ഞങ്ങൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആദ്യം അറിയിക്കുക നിങ്ങളോടായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതായത് ഒരു സുതാര്യമായ ഒരു ഭരണമായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകലാണ്. അതാണ് ആദ്യ ദിവസം നൽകിയിരിക്കുന്ന ഒരു പ്രതീക്ഷ എന്നുള്ളത്. നമുക്ക് മുന്നോട്ടുള്ള ദിവസം നോക്കാം. ഓക്കെ, വി ഡി സതീശൻ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യത്തെ ക്യാബിനറ്റ് കൂടി ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ടായി. തുടക്കം തകർത്തു മധു. തുടക്കം പോലെ തുടരണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സർക്കാർ, അത് വി ഡി സതീശൻ സർക്കാരോ പിണറായി വിജയൻ സർക്കാരോ LDF സർക്കാരോ UDF സർക്കാരോ കേന്ദ്ര സർക്കാരോ എന്നുള്ളതല്ല. സർക്കാർ ഇനി നമ്മുടേതാണ്, അല്ലേ? പോരാട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി ജനങ്ങളുടെ സർക്കാരാണ്. സ്വാഭാവികമായും സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനവും ജനത എന്ന നിലയ്ക്ക് നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ മുതൽ ചെന്നു തൊടേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടുന്ന സർക്കാരാണ്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അങ്ങനെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന എല്ലാ ഇന്ധനവും ഇന്നത്തെ ദിവസം സമ്മാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിമർശനം ഇതെങ്ങനെ നടപ്പിലാക്കും എന്ന ചോദ്യം തന്നെയാണ്. ഈ സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. എങ്ങനെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ കഴിയുക, അതിനുള്ള ധനം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത്. അത് പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായും അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ഇന്ന് അതിൽ 2 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന്, KSRTCയിൽ അടുത്ത 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. മറ്റൊന്ന്, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ്. ഈ 2 ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, അത്രമേൽ ആ നിലയ്ക്ക് ഡയറക്റ്റായ സാമ്പത്തിക ചെലവ് ഇല്ലാത്ത ഒന്നാണ്. അതായത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു പണം കണ്ടെത്തേണ്ടുന്ന സാഹചര്യം ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ കുറച്ച് കാര്യക്ഷമമായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എന്ന് തോന്നുന്നു. 15-ാം തീയതി ഇപ്പം നമ്മളുടെ റിപ്പോർട്ടർമാരൊക്കെ സ്ത്രീകളോട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, 30 രൂപ അഫോർഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്, നടപ്പിലാക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. മറ്റൊന്ന്, 4 വാഗ്ദാനങ്ങൾ. അത് ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട്, അംഗനവാടി ജീവനക്കാരുടേത്, പാചക തൊഴിലാളികളുടേത്, പ്രീ പ്രൈമറി അധ്യാപകരുടെയും ആയമാരുടെയും ഓണറേറിയം സംബന്ധിച്ച
തീരുമാനവും കൂടി ഇന്നുണ്ടാവുകയാണ്. അപ്പോൾ 2 ഗ്യാരണ്ടികൾ, 4 വാഗ്ദാനങ്ങൾ, ഇത് 4ഉം ഇത് 6ഉം ഇന്നത്തെ തീരുമാനമായി പുറത്തു വരുമ്പോൾ സ്വാഭാവികം ആദ്യ ദിനം ജനപ്രിയം എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. അതിനൊപ്പം വന്ന ഒരു കാര്യം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയടിച്ച ആ പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ച് അന്വേഷണത്തിനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. AD തോമസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഞാൻ പരാതിയുമായി പോകും, അതിൽ പുനരന്വേഷണം വേണമെന്ന പരാതിയുമായി പോകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരാതിയുടെ പോലും കാര്യമില്ല. ഇപ്പോൾ തന്നെ കോടതി ഉത്തരവുണ്ടല്ലോ, കോടതി പറഞ്ഞാൽ കേൾക്കണ്ടേ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. സ്വാഭാവികമായും ഒരു പുനരന്വേഷണത്തിനുള്ള നിലമൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ഇന്ന് AD തോമസ് തന്നെ പറയുന്നത് അതൊരു പ്രതികാര നടപടി എന്ന നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് നീതിയാണ് തേടിയത്, ഈ സർക്കാരിൽ നിന്നും നീതിയാണ് കിട്ടേണ്ടത്, ഇത് ഈ സർക്കാരിൽ നിന്ന് മറ്റൊന്നും വേണ്ടതില്ല, നീതിയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. മറ്റ് സഹായങ്ങളല്ല ആവശ്യം എന്ന് പറയുന്നു. അത് പക്ഷേ നോക്കൂ, ഏത് സർക്കാർ എന്നുള്ളതല്ല, അതിൽ കൃത്യമായൊരു സന്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പല നിലപാട് സ്വീകരിക്കും, അവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും പോലീസ് എന്ന് പറയുന്നത് അത്രമേൽ ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സ്റ്റേറ്റ് മിഷനറിയാണ്. ആ ചിന്ത പോയി അതിനപ്പുറത്തേക്ക് അധികാരത്തിൻ്റെ ഒരു മർദ്ദനോപകരണം എന്ന നിലയ്ക്ക് പോലീസ് പരിവർത്തനപ്പെടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും കാലം അതിന് അധികാരത്തിൻ്റെ രൂപത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് തിരിച്ചറിയേണ്ടത് പൊതുജനവും അതിനൊപ്പം ആ യൂണിഫോം ഫോഴ്സുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പോലീസ് തിരിച്ചറിയണം. നാളെ ഇടത് സർക്കാർ വരും, അതിനപ്പുറം മറ്റൊരു സർക്കാർ വരും, അതിനപ്പുറം മറ്റൊരു സർക്കാർ വരും. ഈ സ്റ്റേറ്റ് മിഷനറി ഈ നിലയ്ക്ക് അതൊരു അച്ചടക്കത്തോടുകൂടി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ അന്വേഷണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഞാൻ മാറ്റി നിർത്തുന്നു ആ വിഷയത്തിൽ എന്നതാണ്. ഇനി ഇന്നത്തെ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദം, അത് വലിയ രാഷ്ട്രീയ വിവാദം. നമ്മൾ തമിഴ്നാട്ടിൽ ഈ വിവാദം കണ്ടു. അതിൽ തമിഴ് തായ് വണക്കം 3ാമതാണ്, വന്ദേമാതരം ആലപിച്ചു, ജനഗണമനെ ആലപിച്ചു എന്ന് പറയുന്നതിലെ ക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം. ഇവിടെ എന്താണ്, അത് മുഴുവനായും ആലപിക്കപ്പെട്ടു എന്നതിലാണ് ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയുമായി സംസാരിച്ചു ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ്. അവർ പറഞ്ഞത്, ഒന്നാമത് ഈ പരിപാടിയുടെ മുഴുവനും നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം ലോക് ഭവനാണ്. അതിൽ വന്ദേമാതരം ആലപിക്കും എന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനായും ആലപിക്കും എന്ന വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ നമുക്ക് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായും ആലപിക്കുമെന്ന വിവരം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ പ്രതിപക്ഷ നേതാവിനെ അടക്കം വേദിയിലിരുത്തിയല്ലോ, വേദിയിലിരുത്തുന്നതുമായി ബന്ധപ്പെട്ടും ആദ്യ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് അതിൽ സർക്കാർ ഒരു തിരുത്തൽ ആവശ്യപ്പെടുകയും അത് ലോക് ഭവൻ അംഗീകരിക്കുകയും ചെയ്ത്. ലോക് ഭവൻ അംഗീകരിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് അസാമാന്യമായ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. അപ്പോൾ ഈ VIP പവലിയനിലേക്ക് അടക്കം ആളുകൾക്ക് നമ്മൾ ഇന്ന് കണ്ടു, ഒരു VIP കസേരയിൽ 3 പേരൊക്കെ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഇതിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് കൂടി നിലപാടെടുത്തതോടുകൂടിയാണ് വേദിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു സമ്മതം ലോക് ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഞാൻ വിചാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധി അടക്കം വേദിയിൽ വന്നപ്പോൾ ഒരു ഇന്ത്യ മുന്നണി ഫീലിംഗ് അവിടെ ഉണ്ടായി. പ്രതിപക്ഷം അടക്കം ഇന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ടതില്ല എന്ന നിലയ്ക്ക് ചിട്ടപ്പെടുത്തിയതായിരുന്നു അക്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തിരക്കിൻ്റെ ഒരു കാരണം പറഞ്ഞും സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടി നിലപാടെടുത്തത് കൂടിയാണ് അത് മാറിയത്. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, നാളെ തിരുത്തുണ്ടാകുമോ എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇന്ന് ഇപ്പോൾ ആധികാരികമായി അറിയുന്നൊരു വിവരം എന്ന് പറയുന്നത്, സർക്കാരിന് അങ്ങനെ ഇത് മുഴുവനും ആലപിക്കുമെന്ന കാര്യത്തിൽ വിവരം ഉണ്ടായിരുന്നില്ല എന്നു തന്നെയാണ്. നാളെ അതിൽ തിരുത്തുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് അപ്പോൾ ആ വിവാദവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുകയും ചെയ്യാം എന്നതാണ്. അതിൽ ഈ പലതും തിരുത്തിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ അടക്കം വേദിയിലിരുത്താനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി എന്നുള്ളതാണ്. ധനമന്ത്രി മുഖ്യമന്ത്രി തന്നെ ആയതുകൊണ്ട് ബജറ്റിനെ കുറിച്ചും നമ്മൾ വലിയ കൗതുകത്തോടു കൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ബജറ്റുകളൊക്കെ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ബജറ്റുകളിലൊക്കെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ ഒരാളാണ് VD സതീശൻ. അന്ന് ചില TV ചാനലുകളുടെയൊക്കെ പ്രോഗ്രാം സതീശൻ്റെ ബജറ്റ് എന്നായിരുന്നു. അതിൽ നമുക്ക് ഓർമ്മയുണ്ട്, ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ ഉണ്ടായത്, തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായതും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പക്ഷേ ആ ഒരു ബജറ്റും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. അതിൽ പുറത്തുനിന്ന് വരുമാനം കണ്ടെത്തണം, അതായത് KSRTCയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ കൂടുതൽ വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നും വിചാരിക്കുന്നു. പിന്നീട് കൂടുതൽ തനത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, കൂടുതൽ നികുതി കൃത്യമായി പിരിച്ചെടുത്താൽ മുന്നോട്ട് പോകാനുള്ള കൂടുതൽ സമ്പത്ത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. GST പിരിവ്, നികുതി പിരിവുമായി ബന്ധപ്പെട്ട വലിയ
വീഴ്ചകൾ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കൂടുതൽ കാര്യക്ഷമമായി പിരിച്ചെടുത്താൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്ന് വിചാരിക്കുന്നു. പ്രതിപക്ഷത്തെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതിപക്ഷം ഒന്നാമത്തെ കാര്യം ആളെണ്ണം കുറവാണ്. ഇപ്പുറത്ത് യൂത്ത് കേഡർ കൂടുതലാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരുന്ന് പോരടിച്ച് ശീലിച്ച ആളുകൾ ഇപ്പുറത്തുണ്ട്. 10 വർഷം പോരടിച്ച് ശീലിച്ച ആളുകളുണ്ട്. ഇപ്പുറത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ കുന്തമുനകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുമെങ്കിലും അതിലൊരു യൂത്ത് കേഡറിൽ ആരാണ് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയും ചെയ്യും. ഓക്കെ, തുടക്കം തകർത്തു എന്നാണ് ചോദ്യം. നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രതീതി നിർമ്മാണങ്ങളുടെയും പ്രതീതി ആഘോഷങ്ങളുടെയും കാലത്താണ്. പ്രതീതികളെ തന്നെയാണ് പലപ്പോഴും സാധൂകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ കാലത്തെ ചിലരെങ്കിലും സത്യാനന്തര കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രതീതി നിർമ്മാണങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ കയ്യടി നേടേണ്ടത് എന്നുള്ളത് മിക്കവാറും എല്ലാ പുതുതായിട്ട് വരുന്ന സർക്കാരുകളും ആദ്യമെടുക്കുന്ന തീരുമാനങ്ങളിലൊന്നാണ്. കാര്യം ആ കയ്യടിയോട് കൂടിയാണ്, അതാണ് ഒരു ഊർജ്ജം കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള സൂചന ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിലുണ്ട്. ജനപ്രിയ വാഗ്ദാനങ്ങളായിരുന്നു. ആ ജനപ്രിയ വാഗ്ദാനങ്ങളിൽ പലതും ഞങ്ങൾ പാലിക്കുമെന്ന പ്രതീതി സമ്മാനിച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ. അത് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രതിപക്ഷത്തെയും ഈ വിഷയത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മൾ ഓർമ്മയുണ്ട്. കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആ സർക്കാരിൻ്റെ ജനവിധിയെ മാനിക്കാത്തത് കൊണ്ടാണോ? ഇക്കുറി പ്രതിപക്ഷ നേതാവ് അടക്കം, പ്രതിപക്ഷത്തെ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി അടക്കം, ബിനോയ് വിശ്വം അടക്കം ആ വേദിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന സൂചന കൂടി മറുഭാഗത്തുണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രതീതി നിർമ്മാണത്തിൻ്റെതാണെന്ന് പറയാനുള്ള കാരണം, ഞാനിതിൽ സർക്കാരിൻ്റെ ഈ 3 പ്രധാനപ്പെട്ട പോളിസികളെയും, ഒന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം അത് പാലിക്കുന്നതിൻ്റെ സൂചന എന്ന് പറയാനുള്ള കാര്യം 21,000 ആക്കിയിട്ടില്ല. ആശാവർക്കർമാരുടെ വേതന വർധന 3,000 രൂപയാണ് ആദ്യമാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ AD തോമസിനെ അടക്കം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗവൺമെന്റ്മാർക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കം. മൂന്നാമത്തത് വയോജന കമ്മീഷൻ ഇടത് സർക്കാർ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ വയോജന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. അതിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു ഭാഗം ഇന്ന് VD സതീശൻ പറഞ്ഞത് ജപ്പാൻ മാതൃകയിലുള്ള ഒരു വയോജന വകുപ്പായിരിക്കും, അല്ലെങ്കിൽ വയോജനങ്ങൾ. കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത് ആ തലമുറയെ കൂടിയാണ്. നമ്മൾ സാധാരണ ജൻസിയെക്കുറിച്ച് പറയുമ്പോൾ പോലെ ഇനി വരുന്ന 5 വർഷം കേരളത്തിൻ്റെ ജനസംഖ്യയിൽ വരാൻ പോകുന്ന വലിയ മാറ്റം, കുഞ്ഞുങ്ങൾ വിദേശത്ത് പോവുകയും പ്രായമേറിയ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വയോജന ഹോമുകൾ, വയോജന ഭവനങ്ങൾ പ്രേക്ഷകർക്കറിയാം. അതേപോലെ സർക്കാർ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ്. അത് തീർച്ചയായിട്ടും അങ്ങനൊരു വകുപ്പ് വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഈ വയോജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. നമുക്കൊരു വയോജന കമ്മീഷനുണ്ട്. വയോജന കമ്മീഷൻ വരുന്നത് 2025 സെപ്റ്റംബറിലാണ്. ഞാൻ വിചാരിക്കുന്ന അഡ്വക്കേറ്റ് സോമപ്രസാദ് മറ്റുമാണ് അതിൻ്റെ വയോജന കമ്മീഷൻ്റെ ചെയർമാൻ. പക്ഷേ ഒരു വകുപ്പ് വരുന്നു എന്നുള്ളത് തന്നെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. 2036 ആകുമ്പോഴത്തേക്കും 22% അതായത് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ 5-1 വയോജനങ്ങളാണ്. അവരെ പ്രത്യേകമായി തന്നെ കേറ്റർ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിരത ഉണ്ടാവും, പക്ഷേ ഇമോഷണലായിട്ടുള്ള സ്ഥിരതയോ ഇമോഷണലായിട്ടുള്ള പിന്തുണയോ ഉണ്ടാവണമെന്നില്ല. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ആർജിക്കുക എന്നുള്ളതാണ് ജപ്പാൻ മോഡൽ. ഒരുപാട് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അവിടെ ഇൻഷുറൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പെൻഷൻ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് അതിനേക്കാളപ്പുറം അവർക്ക് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തോന്നൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അത്തരം അവസ്ഥയിലേക്ക് ഈ വകുപ്പ് വന്നാൽ നന്നായിരിക്കും. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ഇനി ഞാൻ നേരത്തെ പ്രതീതിയുടെ കാര്യം പറഞ്ഞത്. എന്താണ് പ്രതീതിയുടെ കാര്യം പറഞ്ഞത്? എന്തായിരുന്നു UDF കൊടുത്ത വാഗ്ദാനം? 21,000 രൂപയായിട്ട് ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തണം എന്നുള്ള ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് UDF ചെയ്തത്. അതിനുള്ള കാരണം എന്താ പറഞ്ഞത്? മിനിമം വേതനം അവർക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. അങ്ങനെ LDF സർക്കാരിൻ്റെ കാലത്ത് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ 891 പാരഗ്രാഫായി പറഞ്ഞിരുന്നത് അത് ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. കാര്യം അവർ സ്കീം വർക്കേഴ്സാണ്. സർക്കാരിൻ്റെ സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള പദ്ധതിയുടെ സ്കീം വർക്കേഴ്സാണ്. അവരെ വേജ് ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവരിക സാധ്യമല്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ന മട്ടിൽ നിന്നത്. ഓണറേറിയം വർധന 3,000 വരുന്നു, നല്ല കാര്യം. എല്ലാ ഇത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് 1,000 രൂപയാണെങ്കിലും 2,000 രൂപയാണെങ്കിലും 3,000 രൂപയാണെങ്കിലും വർദ്ധിപ്പിച്ചതിനെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കുന്നു. പക്ഷേ പോസിറ്റീവായി കാണുമ്പോൾ മറുഭാഗത്ത് കൂടി ചെയ്തതിനെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ എത്രയായിരുന്നു ഈ ഓണറേറിയം? 1,000 രൂപയായിരുന്നു. VSൻ്റെ കാലത്ത് നിന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയ വർധന 500 രൂപയാണ്. 500-ൽ നിന്ന് 1,000-ലേക്ക് എത്തി.
കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ 1000-ൽ നിന്ന് 9000-ലേക്ക് എത്തി എന്നുള്ള വസ്തുത കൂടി നമ്മൾ കണ്ടു തന്നെ പോകണം എന്നുള്ളതാണ്. 21,000 എന്നുള്ളതാണ് ടാർജറ്റ്. 21,000 എന്ന് പറയുന്നത് മിനിമം വേജ് ആക്ടിൻ്റെ പരിധിയിൽ മിനിമം വേജ് ഉറപ്പാക്കുകയാണെങ്കിൽ ലഭിക്കേണ്ടതാണ്. പക്ഷേ ആ മിനിമം വേജ് ആക്ട് അവർക്ക് നിലവിൽ ബാധകമല്ല എന്നുള്ളതാണ്. ഇനി ഈ സർക്കാർ ഇവരെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തുന്നതിന് സാങ്കേതിക പരിമിതി എന്ന് പറയുന്നത് നിലവിൽ അവർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റിൻ്റെ സ്കീം വർക്കേഴ്സാണ്. അവരെ കൂടി വേജ് ആക്ടിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ? അത് നിയമപരമായിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കതിൻ്റെ സങ്കീർണത അറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും സർക്കാർ പോകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്ന നിലയിൽ 3000 ബില്ലാണ്. അപ്പോൾ ഇടത് സർക്കാർ 8000 വർദ്ധിപ്പിച്ചു 10 വർഷം കൊണ്ട്. ആദ്യ ദിവസം തന്നെ 3000 വർദ്ധിപ്പിച്ചിരിക്കുന്നു വി.ഡി. സതീശൻ സർക്കാർ. അതാണ് അതിലെ വാസ്തവം എന്നുള്ളത്. ഇനി വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം പ്രഖ്യാപിക്കണമെന്നുണ്ട്. ഒരു പ്രഖ്യാപനം ഇന്ന് കേട്ടില്ല. വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം കൂടി വേണമെന്നുള്ളതായിരുന്നു 265 ദിവസം നീണ്ട സമരത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതായില്ല. അപ്പോൾ 21,000-ലേക്ക് എത്തിയില്ല, 12,000-ലേക്ക് എത്തി, 9,000-ന് കുറവുണ്ട്. പക്ഷേ വർദ്ധിപ്പിച്ച 3000 സ്വാഗതാർഹം തന്നെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞതാണ്, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ആരൊക്കെ ഇരിക്കണം എന്നുള്ള കാര്യത്തിൽ അവസാന നിമിഷം ഒരു മാറ്റം വരുത്താൻ തയ്യാറായവരും അറിയിച്ചതിന് ശേഷം ബാഹുല്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ VVIP-കൾ ആയിട്ടുള്ളവർ ഇരിക്കാൻ കഴിയുന്നതുമാണ്. അവരെ കൂടി പറഞ്ഞു. അത് ഇതേ കാര്യം ഇത് ഗവർണറുടെ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ വിഭാഗവുമായി ചർച്ച ചെയ്താണ് തീരുമാനിക്കുക. പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗവുമായി ഈ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ചർച്ച ചെയ്യും. അപ്പോൾ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ എത്ര സമയമെടുക്കും ഓരോന്നിനും എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയാണ് പോവുക. അവിടെ ദേശീയ ഗാനമാണോ ദേശീയ ഗീതമാണോ എന്നത് സ്പെസിഫിക്കായി മെൻഷൻ ചെയ്തിരിക്കും. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇതൊരു അഡ്വൈസറി ഓപ്ഷൻ മാത്രമാണ്, മാൻഡേറ്ററി അല്ല. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലാണെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും അഥവാ ശ്രദ്ധയിൽപ്പെട്ടാലും എന്തുകൊണ്ടാണ് ഇത് എത്ര ഭാഗമാണ് നിങ്ങൾ ആലപിക്കുക, ഇവിടെ അഗ്രത ചെറിയ കുറവല്ല. അതിന്റെ കാരണം അത്തരം വിഷയം കൂടുതൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മാത്രമല്ല, 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ യോഗത്തിൽ വെച്ച് ഈ ഗാനം ആലപിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാവിൻ്റെ പേര് നെഹ്റു എന്നാണ്. നെഹ്റു ആണ് അന്ന് പറയുന്നത് ഇതിലെ 6 സ്റ്റാൻസുകളും നമുക്ക് പാടാൻ കഴിയില്ല. അതിലെ 4 സ്റ്റാൻസുകളിൽ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളത് ഒരു പൊതുവേദിയിൽ പാടുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനസ്സുകൂടി നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് 2 സ്റ്റാൻസയായിട്ട് അത് ഒതുക്കണം എന്ന തീരുമാനം വരുന്നത് 1937-ലാണ്. അതിന് മുൻപിൽ നിന്ന നേതാവിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. പിന്നീട് 1950-ലും നമ്മൾ അംഗീകരിച്ച ദേശീയ ഗീതത്തിൽ ഈ 2 സ്റ്റാൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 സ്റ്റാൻസുകൾക്കൊപ്പം തൊംഹി ദുർഗ്വ ദശ പ്രഹരണധാരിണി എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റാൻസയുണ്ട്. ആ സ്റ്റാൻസ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ ദേശീയ ഗീതം ആലപിച്ചിരിക്കുന്നത്. ഇന്നിതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വലതുപക്ഷത്തെ ചില രാഷ്ട്രീയ നേതാക്കളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഗൗരവം എവിടെയാണ് കിടക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഗൗരവം വേണമെന്ന് പറയാനുള്ള കാര്യം, ഇടത് സർക്കാരിനെതിരെ UDF ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം PMC അടക്കമുള്ള വിഷയങ്ങളിൽ, ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെട്ടുവെന്നും ഒരു മൃദു ഹിന്ദുത്വ രീതി ഈ സർക്കാരിനുണ്ടെന്നും ആക്ഷേപിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കറയും തങ്ങളുടെ മേൽ പതിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണമായിരുന്നു എന്നുള്ളതാണ്. ആ ജാഗ്രത ആദ്യത്തെ ദിവസം ഉണ്ടായില്ല. ഇനി ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ജനറലായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അഭിഭാഷകന്റെ പേര് അഡ്വക്കേറ്റ് ജാജു ബാബു അല്ലേ? അഡ്വക്കേറ്റ് ജാജു ബാബു ആരായിരുന്നു എന്നതുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് പോയേക്കാം. പക്ഷേ ഒരു മികച്ച അഭിഭാഷകനാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നമ്മളുടെ ഗവർണറായിട്ടും ചാൻസലറായിട്ടും ഏറെക്കാലം ഇടത് സർക്കാരിനെ ബുദ്ധിമുട്ടിച്ച, സർവകലാശാലകളെ ബുദ്ധിമുട്ടിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു ഈ അഡ്വക്കേറ്റ് ജാജു ബാബു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അഭിഭാഷക വൃത്തി എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ജോലിയാണ് എന്നുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് പ്രത്യേകം രാഷ്ട്രീയം കാണുന്നില്ല. പക്ഷേ പറഞ്ഞു പോയി എന്ന് മാത്രം. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കും ഇതിലൊക്കെ കുറച്ച് ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇടതു സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ വിഷയങ്ങൾ നിങ്ങൾക്കെതിരെയും തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് PMC-യിൽ ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസം ഈ ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നുള്ളതിനെ ഞാൻ ചെറുതായിട്ട് കണക്കാക്കുന്നില്ല. അത് സർക്കാരിനെ അറിയിച്ചില്ല എന്ന വാദം നിലനിൽക്കില്ല. സർക്കാരിനെ അറിയിക്കും. പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. ആ മിനിറ്റ് മിനിറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര സ്റ്റാൻസിയാണ്. കാര്യം ഈ കാര്യത്തിൽ നമ്മൾ തൊട്ടു മുന്നിലൊരു വിവാദം കഴിഞ്ഞു നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആദ്യം ഈ 6 സ്റ്റാൻസയും പാടി വിവാദത്തിൽ വന്നതാണ്. അന്ന് CP അതിനെ എതിർത്തതാണ്. അന്ന് ദേശീയ തലത്തിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ കാത്തിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് സർക്കാരിനെ നമ്മൾ തള്ളിക്കളയുകയോ ആ അർത്ഥത്തിൽ പൂർണ്ണമായി വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയോ അല്ല വേണ്ടത്. പകരം ഈ
പറയുന്നത് പ്രവർത്തിക്കും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. 5-ൽ 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ആദ്യത്തെ ദിവസം വരുന്നു. അതുണ്ടാക്കാവുന്ന മറ്റു മാറ്റങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിലെ നമുക്ക് പഠിച്ചേ പറയാൻ കഴിയൂ. പ്രത്യേകിച്ച് ജൂൺ 5-ാം തീയതി മുതൽ KSRTC-യിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ യാത്രയാണോ, അതിന് ഈ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്രയാണോ, തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിലാണോ, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ, എല്ലാ വിഭാഗക്കാർക്കുമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഇന്ന് വരും എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട്. ഒരിക്കൽ കൂടി പറയുന്നു, പ്രതീതി നിർമ്മാണങ്ങളുടെ കാലത്ത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പറഞ്ഞ വാക്കു പാലിക്കും എന്നൊരു പ്രതീതി ആദ്യ ദിവസം കൊടുക്കാൻ VD സതീശൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. എന്നാൽ അതേപോലെ ഒരു ജാഗ്രത കുറവും ഇന്ന് വന്ദേ മാതരം ആലപിക്കുന്ന വിഷയത്തിൽ ഉണ്ടായി എന്നും ഞാൻ പറയും. ആന്റോ ഗസ്റ്റ്, ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി ഉണ്ടാക്കാൻ VD സതീശന് മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റാതെ പോയതും അതുതന്നെയാണ്. കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങളോട് കൂടെ നിന്നു എന്നുള്ളൊരു പ്രതീതിയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ രീതിയിൽ അടുത്ത സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് 102 സീറ്റ് എന്ന് പറഞ്ഞാൽ UDFൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മുഖ്യമന്ത്രിക്ക് അതിൽ ആ രീതിയിൽ കുറേ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ ശൈലിയും സംസാര രീതിയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ റീലുകൾ ഓടുന്നുണ്ട്. കാരണം അവർക്ക് മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുമോ, നടത്താൻ പറ്റില്ലയോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നില്ലെങ്കിൽ കുറേ ആംഗ്യങ്ങൾ കൊണ്ടൊക്കെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തിന് ആവശ്യമാണ്. കാരണം ഇന്നത്തെ റീലുകൾ മുഴുവൻ ഓടുന്നത് ആ ആംഗ്യത്തിൻ്റെ പുറത്താണ്. കാരണം ഒരു വാക്കുകൊണ്ട് ഒരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, നമ്മൾ വന്നത് ഇത് നടപ്പിലാക്കാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഈ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, വയോജന വകുപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് ആവശ്യമായ ഒരു വകുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്തുകൊണ്ടാണ്, ഇന്നത്തെ കാലത്ത് യൂറോപ്പിലും UK-ലും ഒക്കെ താമസിക്കുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം വയോജനങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ വീടുകളിലാവും. കേരളം അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനം പോയി കാണേണ്ട പോലെ കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെയുള്ളവരെല്ലാവരും വിദേശത്തേക്ക് പോയി അവിടെ സ്ഥിരതാമസാക്കുകയും പ്രായമായവർ കേരളത്തിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ കോട്ടയം പോലെയുള്ള ഡിസ്ട്രിക്ട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ വീടുകൾ താമസിക്കുന്ന വയോജനങ്ങൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സംവിധാനത്തെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു വകുപ്പ് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിനോട് ഈ പ്രായമായവരെ നമ്മുടെ സമൂഹത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വകുപ്പുണ്ടെങ്കിലും അതിനെ മേൽനോട്ടം വഹിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഈ വർഗീയ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വോട്ടും കൂടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ VD സതീശൻ 102 സീറ്റ് അടക്കം കിട്ടാനുള്ള കാരണം എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് BJPക്കെതിരെയുള്ള ഒരു വോട്ടും കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെല്ലാം വലിയ ശക്തമായ ഒരു ഒഴുക്കാണ് VD സതീശൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ ഭാഗത്തേക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അവർ നിന്ന സീറ്റുകളും നിന്ന സ്ഥലങ്ങളിലെ ന്യൂനപക്ഷ ജനത എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ വന്ദേമാതരമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്നത്. ഇപ്പം അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ചയാകാൻ പോകുന്നതാണ്. വളരെ മൈന്യൂട്ടായി നമ്മൾ എടുക്കുന്ന തീരുമാനം ഇത് തന്നെയാണ് LDFൻ്റെ സർക്കാർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറ്. ഇത് വളരെ മൈന്യൂട്ടായ കാര്യമാണല്ലോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ എന്താണ് 4 വരി വാരുന്നതിൻ്റെ കൂടെ 2 വരി വാരിയും കൂടി ഇപ്പോൾ എന്താണ് സംഭവിക്കുക, ആദ്യത്തെ ഒരു സെറിമണി അല്ലേ, അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു കല്ലുകടിയും ഇല്ലാതെ മുന്നോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കാരണം ആ ചോദ്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ ഒരു വർഗീയ നിലപാടിൻ്റെ ഭാഗമായി എന്ന് ചിന്തിക്കാതെ ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് രൂക്ഷമായി വരും എന്നുള്ളതാണ്. ജനങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളൊരു പ്രതി നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ജനകീയൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണുന്നത് VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിനെയാണ്. കാരണം രണ്ടുപേരിലെയും കിട്ടുന്ന പോസിറ്റീവ് വശം VD സതീശൻ എടുക്കാൻ നോക്കുന്നു എന്നുള്ളത് ഞാൻ കാണുന്നു. കാർക്കശക്കാരൻ എന്ന് കണ്ടാൽ അതിനകത്ത് നമ്മൾ കാണുന്നത് പിണറായി വിജയനെയാണ്. കാർക്കശക്കാരൻ്റെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് ആ രീതിയിലെല്ലാം, കാരണം ഇത് കഴിഞ്ഞ 10 വർഷമായി കണ്ടു പഠിച്ചതാണ്. അപ്പം നമ്മൾ ചോദിക്കുമല്ലോ, അരുൺ സാർ നേരത്തെ പറഞ്ഞു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട
ഈ അടിയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൽ ഉത്തരവിടാൻ തീരുമാനിച്ചു എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ വന്നു, നമ്മുടെ കൂടെ നിന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, കാരണം സർക്കാർ വന്നു, അവർ നേതാക്കന്മാരെല്ലാം കൂടി ഒന്നായി എന്നുള്ള നിലയിലേക്കൊരു പൊതുബോധമുണ്ട്. കാരണം LDF സർക്കാർ മാറി UDF സർക്കാർ വന്നപ്പോൾ ഒരു നിലപാടും അങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അവർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്, പക്ഷേ ഒരു നിലപാട് സ്വീകരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ആ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഈ കൂടെ ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് UDF വിട്ടു വന്നു. UDF ഈ VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്, ആ സമയത്ത് വിട്ടു വന്നു. എന്തുകൊണ്ടാണ് വിട്ടു വന്നത്? കാരണം നമ്മളതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു പ്രതീതിയാണ് അന്ന് സൃഷ്ടിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള നിലപാടുകൾ LDFന് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം 1 കോടിയിലധികം വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 81 ലക്ഷം വോട്ട് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. കാരണം നമ്മുടെ വോട്ട് പാഴായി എന്ന് വിചാരിക്കുക. അവർക്കൊരു പോസിറ്റീവായ ഒരു മെസ്സേജ് ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 ദിവസമായി അല്ലേ, 15 ദിവസമായി സർക്കാർ റിസൾട്ട് വന്ന് പുറത്തോട്ട്. ഈ 15 ദിവസമായിട്ടും LDFൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായൊരു മെസ്സേജ് എങ്ങനെ ഈ സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ ജില്ലാ കമ്മിറ്റി നടക്കുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട്, അവിടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അഭിപ്രായം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അഭിപ്രായം പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇതിനെ കൊണ്ടുപോകും എന്നുള്ളത്. കാരണം പല CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. എവിടെ മറുപടി പറയണം, ഇപ്പോൾ ഇന്നത്തെയൊക്കെ നോർമൽ സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തേരോട്ടം ഉണ്ടായിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു 50% ആൾക്കാരും ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ആ പകച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, പകച്ച് നിൽക്കുന്നതിന് മറുപടി ഇല്ല എന്നുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മൈക്കൊക്കെ മറുപടി പറയുന്നില്ല. കാരണം മറുപടി ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നോർമലി പ്രതിപക്ഷ നേതാവ് എന്നുള്ള വന്ദേ ഭാരതിനെതിരായ ഒരു മറുപടി പിണറായി വിജയന് പ്രതീക്ഷിക്കുന്നുണ്ട്, പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല, പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. പിന്നെ പറയുന്ന ആരാണ്, ബാലഗോപാലും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ബാലഗോപാൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മല എലിയെ പറ്റതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. മല എലിയെ പറ്റതെന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ 21,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 3,000 മാത്രം കൊടുത്തു. അത് ബാലഗോപാലിൽ നിന്നല്ല, കേരളത്തിലെ ഇടതുപക്ഷവും CPMഉം അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസികളും ഈ പറയുന്ന സർക്കാരിനെതിരെ നിൽക്കുന്ന ആൾക്കാരും ഇത് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കും. അത് പ്രതീക്ഷിക്കുന്നത് എവിടെ നിന്നാണ്, അത് പിണറായി വിജയനിൽ നിന്നും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളിൽ നിന്നുള്ള വലിയ പിന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യം. മലയാളിനെ കുറിച്ച് എപ്പോഴും പറയുക എന്ന് പറയുന്നത് വളരെ ഷോർട്ട് മെമ്മറിയാണ് എന്നാണ് പറയുക. ഷോർട്ട് മെമ്മറിയാണ്, നമ്മൾ ഒന്നും മറന്നു പോകും. ഇത് അത്ര ഷോർട്ട് മെമ്മറി അല്ല കേട്ടോ. നവകേരള സദസ്സ് നടക്കുന്നത് 15/12/2023 എന്ന് പറഞ്ഞാൽ 2.5 വർഷം മുൻപ് നടന്നൊരു വിഷയമാണ്. അത് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അറിയോ, ഓരോ ദിവസവും നമ്മളെ റീലുകൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നോക്കുമായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ 2011 കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ വിഷ്വലും ഇന്ന് സത്യപ്രതിജ്ഞ വിഷ്വലും കൂടെ റീലായി വരുവാണ്. മനസ്സിലായോ? ഉമ്മൻചാണ്ടിയുടെ സത്യപ്രതിജ്ഞയും VD സതീശൻ്റെയും സത്യപ്രതിജ്ഞ. കാരണം ജനങ്ങളിങ്ങനെ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഓടിയില്ലെങ്കിലുണ്ടല്ലോ, കാലത്തിനനുസരിച്ച് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മലയാളി ഷോർട്ട് മെമ്മറിയാണ്, നമ്മൾ അവിടെ പറ്റിച്ചത് അറിയില്ല, ഇവിടെ പറ്റിച്ചത് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് അത് നടന്നത് അറിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ആ കാലമല്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായ നിലപാടുകളാണ് തുടക്കത്തിൽ സ്വീകരിക്കുന്നത്. ഇത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പത്രക്കാർക്ക് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കാണും എന്ന് പറഞ്ഞല്ലോ. അത് വലിയ ഈ പിണറായി വിജയൻ സർക്കാരിന് 2021 തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക കാരണം എന്തായിരുന്നു അറിയോ? ഏക കാരണം ട്രാൻസ്പെറൻസിയാണ്. കാരണം അന്ന് വൈകുന്നേരം നടക്കുന്ന കാര്യം അന്ന് വൈകുന്നേരം പറയുമായിരുന്നു, നെക്സ്റ്റ് ഡേ വൈകുന്നേരം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് മിനിറ്റ് ബൈ മിനിറ്റ് അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ് റിലീസ് വരും, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയും. അത് ചില മാധ്യമങ്ങൾ കൊടുക്കും, ചില മാധ്യമങ്ങൾ കൊടുക്കില്ല. അതിൻ്റെ നെഗറ്റീവ് മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പം ഇതെല്ലാം സതീശൻ VD സതീശൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കാര്യം അറിയാം, ഇത് ഇങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിനൊക്കെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ തുടക്കം തകർത്തു എന്നായിരുന്നു ചോദ്യം. 5 പേരും യെസ്.